ഹായ്, UPSCയുടെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഡിക്രീസ്ഡ് ബൈ 10%, ദെൻ ഇറ്റ് സർഫേസ് ഏരിയ ഈസ് ഡിക്രീസ്ഡ് ബൈ. അതായത് ഒരു ക്യൂബിൻ്റെ ആദ്യം ഒരു വലിയ ക്യൂബ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിൻ്റെത് സൈഡ് 100% ആണ് എങ്കിൽ ഇതിൻ്റെ സൈഡ് 10% കുറക്കുന്നു. അപ്പോൾ 90% ഇവിടെ ഇതിൻ്റെ സൈഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സർഫേസ് ഏരിയ ഇതിൽ എത്ര മാറ്റം വരും? ഈ ആദ്യത്തെ സർഫേസ് ഏരിയയും രണ്ടാമത്തെ സർഫേസ് ഏരിയയും തമ്മിലുള്ള എത്ര വ്യത്യാസം? സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല വിസ്തീർണം. അത് നമ്മൾ പഠിച്ചു വെക്കണം. അത് 6a² ആണ്. എ എന്ന് പറഞ്ഞാൽ സൈഡ്, എ എന്ന് പറഞ്ഞാൽ സൈഡ്. ഓക്കെ, പഠിച്ചു വെക്കണം. 6a² ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ആദ്യത്തതിൻ്റെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 100 ആണ് എങ്കിൽ 6a² നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തേയിലേക്ക് വരുമ്പം ഇതിൻ്റെ ഏരിയ എത്ര വരിക? 90/100 ഇൻറ്റു 90/100 ആണ് നമുക്ക് വരിക. അത് രണ്ടും കൂടെ സൈഡ് 90% ആകുമ്പോൾ 90/100 എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കട്ട് ചെയ്ത് ഇത് 0ഉം 0ഉം കട്ട് ചെയ്താൽ നമുക്ക് 81/100 കിട്ടും. 81/100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് 81% എന്ന് കിട്ടും. 81%. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു ഡൗട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിൻ്റെ സൈഡ് ഇത് 100% എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ഫുള്ളായിട്ട് കിട്ടും. അപ്പൊ ഇതെത്രേ കിട്ടുള്ളൂ? 81/100. അതായത് ആദ്യത്തത് 6 × 100% ആദ്യത്തത് വരുന്നത് എങ്കിൽ 6 × 100% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കുട്ടികൾ എന്ത് വരും? 100/100 ഇൻറ്റു 100/100 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? ഈ 0 വെച്ചാൽ 100/100. 100/100 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 100% എഴുതാം. ഇതൊരു വളഞ്ഞ വഴിയാണ് എങ്കിലും ആദ്യത്തതിന് 6 × 100% അതിൻ്റെ കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തേതിന് എത്ര കിട്ടുക? 6 × 81% കിട്ടുക. അപ്പോൾ നമ്മൾക്ക് പറയാൻ പറ്റും എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് 100% ഇവിടെ കിട്ടുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്നത് 81%. അതായത് 19%, കുറവ് അവിടെ വരുന്നു എന്നുള്ളതാണ് കറക്റ്റ്. അത് ഈ സർഫേസ് ഏരിയക്ക് പകരം അതിൻ്റെ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാലും ഇതേ ആൻസർ തന്നെയാണ് അവിടെ വരിക. ഓക്കെ.